ഡിജിപിയുടെ ഔദ്യോഗിക വസതിയിലെ മഹിളാ മോർച്ച പ്രതിഷേധത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് മ്യൂസിയം എസ്ഐയുടെ റിപ്പോർട്ടിൽ. ക്യാമറയും മൊബൈൽ ഫോണുമായി ഒരു കൂട്ടം ആളുകൾ അതിക്രമിച്ചു കയറിയെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം നേരത്തെ ഡിജിപിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള മഹിളാ മോർച്ച പ്രതിഷേധത്തിൽ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഡിജിപിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിൽ മാധ്യമപ്രവർത്തകരെയും പ്രതിയാക്കി എഫ്ഐആർ ഇട്ടിരുന്നു. കണ്ടാൽ അറിയുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെയാണ് എഫ്ഐആർ. മാർച്ചിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ക്യാമറയും മൊബൈലുമായി എത്തിയവർക്കെതിരെയുമാണ് കേസെടുത്തിരുന്നത്. മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. പ്രതികാര നടപടിയുടെ ഭാഗമായി പോലീസ് കേസെടുത്തത് മ്യൂസിയം എസ്ഐയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ക്യാമറയും മൊബൈൽ ഫോണുമായി ഒരു കൂട്ടം ആളുകൾ അതിക്രമിച്ചു കയറിയെന്നും റിപ്പോർട്ടിലുണ്ട്. ഡിജിപിയുടെ വസതിയിൽ കയറിയത് പോലീസ് നിർദ്ദേശം മറികടന്നെന്നും അതിക്രമിച്ചു കയറിയത് കുറ്റകരമായ പ്രവൃത്തിയെന്നും റിപ്പോർട്ടുണ്ട്. നേരത്തെ ഡിജിപിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള മഹിളാ മോർച്ച പ്രതിഷേധത്തിൽ 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. RRFിലെ പോലീസുകാരായ മുരളീധരൻ നായർ, മുഹമ്മദ് ഷെബിൻ, സജിൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇവർക്കെതിരെ വകുപ്പുതല നടപടിയെടുത്തുകൊണ്ടുള്ള ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.